ഹലോ, ഇന്ന് നമ്മളൊരു ചക്കൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റി ആയ ഹെൽത്തി ആയ ഒരു കറിയും കൂടിയാണ്. അപ്പോൾ നമുക്കൊരു ഗുജ്ജ എടുക്കാം. അതിനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. എല്ലാ സൈഡും ഒന്ന് ചെത്തിയെടുക്കാം. ഗുജ്ജക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് ചെത്തിയെടുക്കാം. ഫൈനലി നമുക്ക് ക്ലീൻ ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതിന് ആവശ്യമായിട്ട് ഇതിൻ്റെ മസാല നമുക്ക് നോക്കാം. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ, ഒരു 5-6 മുളക്, പുളി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക ഒക്കെ മുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് വാഷ് ചെയ്തിട്ട് നമുക്ക് വേവാൻ വെക്കാം. മിക്സിയിൽ നേരത്തെ അരച്ച് വെച്ചതിലേക്ക് ജീരകയും വെളുത്തുള്ളി ഒന്ന് ഇട്ടിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിൽ വേവാൻ വെക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതിനെ വേവാൻ വെക്കാം. ഭയങ്കര ടേസ്റ്റി ആയൊരു കറിയും കൂടിയാണ്. ഇനി നമുക്ക് ഇത് പകുതി വെന്തിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ കുറച്ചിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒന്ന് ആ മസാല പിടിക്കണം. അപ്പോൾ മിക്സിംഗ് ആണ് മെയിൻ. ഭയങ്കര ടേസ്റ്റി ആയൊരു കറിയും കൂടിയാണ്. അവസാനം നമുക്ക് കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം, കറി ലീവ്സ്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്.